രാജ്യത്ത് ലോക്സഭയിലേക്കും വിവിധ സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി 2029 പൊതു തിരഞ്ഞെടുപ്പോടെ നടപ്പിലാക്കാൻ സാധിച്ചേക്കുമെന്ന് പാർലമെന്ററി സംയുക്ത സമിതി ചെയർമാൻ വെളിപ്പെടുത്തുന്നു. ഭരണഘടന 129 ഭേദഗതി ബില്ല് പരിശോധിച്ചു വരുന്ന JPC ചെയർമാനും BJP MPയുമായ PP ചൗധരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇദ്ദേഹം പറയുന്നത് ഇത് സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തി സർക്കാരുകൾ, ഭരണഘടനാ വിദഗ്ധർ, സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവരുമായി സമിതി ചർച്ചകൾ നടത്തിവരികയാണ്. നിലവിൽ ചർച്ചയിൽ പങ്കെടുത്ത 99% ആളുകളും ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ഭരണ സംവിധാനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് JPCC ചെയർമാൻ ചൂണ്ടിക്കാട്ടുന്നു. രാംനാഥ് കോവിന്ദ് സമിതി സമർപ്പിച്ച കണക്കുകൾ ഉദ്ധരിച്ച് അടിക്കടിയുള്ള തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുന്നതിലൂടെ രാജ്യത്തിന് ഏകദേശം 7 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ലാഭിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിലൂടെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നതും ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയും നിരന്തരം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികളിൽ വ്യാപൃതരാകുന്നതും തടയാൻ ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പിലൂടെ സാധിക്കുമെന്നും സമിതി വിലയിരുത്തുന്നു. അതേസമയം പദ്ധതിക്കെതിരെ കടുത്ത എതിർപ്പുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിർദ്ദിഷ്ട നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധവും രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരുമാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം വാദിക്കുന്നത്. ഇതിനിടെ വിഷയം കൂടുതൽ വിശദമായി പഠിക്കുന്നതിനായി JPCയുടെ കാലാവധി പാർലമെന്റിന്റെ വരാനിരിക്കുന്ന ശീതകാല സമ്മേളനം വരെ ദീർഘിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്നും വിവിധ മേഖലകളിലെ പ്രമുഖരിൽ നിന്നും കൂടുതൽ അഭിപ്രായങ്ങൾ സ്വീകരിച്ച ശേഷമായിരിക്കും സമിതി തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക.